റോഷിപാൽ, ഇനി UDF-നെ സംബന്ധിച്ചുള്ള ആശങ്ക PV അൻവർ ചോർത്താൻ പോകുന്ന വോട്ടുകൾ അത് UDF-ൽ നിന്ന് എത്ര ശതമാനം വോട്ടുകൾ മാറ്റും? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് PV അൻവറിന് വലിയ സ്വാധീനമുണ്ട്. അതേപോലെ PV അൻവറിന് തന്റെ സ്വന്തം ബെൽറ്റിൽ ചില വോട്ട് കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് UDF-നെ സംബന്ധിച്ചൊരു പേടി സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിന്റെ വീട്ടിലെത്തി അനുനയ നീക്കം ഒരിക്കൽ കൂടി ആ ശ്രമം നടത്തുന്നതും താൻ UDF-ലേക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ റോഷിപാൽ ഇനി വരും ദിവസങ്ങളിൽ UDF-നെ ഭയപ്പെടുത്താൻ പോകുന്നത് അവരുടെ വോട്ട് ബാങ്കിൽ എത്രത്തോളം ആഘാതം PV അൻവർ ഉണ്ടാക്കുമെന്നുള്ളതാണ്, അല്ലേ? അരുൺകുമാർ, സംശയമില്ല. കാരണം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ലഭിക്കേണ്ട വോട്ടുകൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ LDF വിരുദ്ധ വോട്ടുകൾ, കാരണം ഒരേ തരത്തിലുള്ള പ്രചാരണ ആയുധമായിരിക്കും PV അൻവറും UDF-ഉം നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ LDF വിരുദ്ധ വോട്ടുകൾ, LDF സർക്കാരിനെതിരെയുള്ള വികാരം അത് വിഘടിക്കാനുള്ള സാധ്യതയാണ് UDF നേതൃത്വം മുൻകൂട്ടി കണ്ടത്. അതുകൊണ്ടാണ് അവസാന ഘട്ടവും PV അൻവർ തുടർച്ചയായി UDF ചെയർമാനെതിരെ വിമർശനം ഉയർത്തുമ്പോൾ തന്നെ അവിടെ അനുരഞ്ജന നീക്കം അവസാനിപ്പിക്കാതിരുന്നതിന്റെ കാരണം PV അൻവർ ഇല്ലെങ്കിൽ വോട്ട് വിഘടിക്കും, അത് തിരിച്ചടിയാകുമെന്ന ഒരു ആശങ്ക തന്നെയാണ്. ആ ആശങ്ക UDF നേതൃത്വത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി PV അൻവറിന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയോടെ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറായത്. പ്രത്യേകിച്ച് UDF നേതൃത്വം ചെയർമാൻ എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ഇനി ചർച്ചയില്ല എന്ന് അറിയിച്ചതിന് ശേഷം ഇങ്ങനെയൊരു നീക്കം നടത്തണമെങ്കിൽ വലിയ ആശങ്ക UDF നേതൃത്വത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെങ്കിലും തരത്തിൽ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന ആശങ്കയാണ് പ്രധാനമായുള്ളത്. കാരണം ഈ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് കരുത്താണ് UDF-ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന് ആ കരുത്ത് സഹായകരമാകുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളും കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൻവർ പലപ്പോഴും കടുത്ത തീരുമാനമെടുക്കുമ്പോഴും പ്രതീക്ഷയോടെ അൻവറിനെ അനുനയിപ്പിക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമം നടന്നത്. ഏതായാലും PV അൻവറിന് വിശ്വാസമുള്ള PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അവരോടൊക്കെ ചർച്ചകൾ ഇനി നടത്തേണ്ടതില്ലെന്ന നിർദ്ദേശം നൽകിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് അങ്ങോട്ടേക്ക് അയച്ചത് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായിരുന്നു ചർച്ചയുടെ ഉദ്ദേശം? PV അൻവറിനെ അനുനയിപ്പിക്കുക എന്നതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് ഈ കാര്യത്തിൽ ഇനി വരേണ്ടത്. രാഹുൽ എന്തായാലും നിലമ്പൂരിൽ തന്നെ തുടരുന്നുണ്ട്. നമ്മൾ മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. UDF കൺവീനർ അടൂർ പ്രകാശും മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട്. ഏതായാലും UDF ഈ അർദ്ധരാത്രി നടത്തിയ ആ നിർണായക നീക്കം അതും പരാജയപ്പെട്ടു എന്നതാണ് ഇപ്പോൾ PV അൻവർ മത്സരരംഗത്തെ കടന്നുവരുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്.